Very good morning, everyone. Good morning. Yes. Leaders, നമ്മൾ ഇന്നിവിടെ കണക്ട് ആയിരിക്കുന്നത് നമ്മുടെ എംപവർ 360 ഡിഗ്രിയുടെ സിനർജി എക്സ്പോ. യെസ്, സിനർജി എക്സ്പോയിൽ കണക്ട് ആയിട്ടുള്ള വളരെയധികം ഡെഡിക്കേഷൻ ഉള്ള ലീഡേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനിയും നമ്മുടെ ടീമുമായിട്ട് പലരും ഉണ്ട്, സാഹചര്യവശാൽ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇവിടെ എത്തി. നേരത്തെ SRK പറഞ്ഞതുമാതിരി കൃത്യമായിട്ട് എല്ലാവരും വളരെ ഡെഡിക്കേഷനോട് കൂടെ സിൻസിയർ ആയിട്ട് നമ്മുടെ കൂടെ നിന്നു. സ്റ്റാർട്ടിങ് ടു എൻഡിങ് എത്ര കാലം നമ്മുടെ ടീം അല്ലേ എന്നേക്കും ഉണ്ടാകണം എന്നാണ് ആശ. എന്നേക്കും നിങ്ങളും കൂടെ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ശ്രദ്ധിച്ച് അതുപോലെ ചെയ്താൽ മതി. കോൺസെൻട്രേറ്റ് ചെയ്യാം, അപ്പോൾ കറക്റ്റാവും കേട്ടോ. സ്റ്റോപ്പ്, വാക്ക്, സ്റ്റോപ്പ്, walk, stop, dance, 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 stop, walk, stop, jump, 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 stop, dance, 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 stop, walk, 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 stop. Okay, thank you. This is like in the bow. Okay, okay, ഒന്നിരുന്നോളൂ സീറ്റ്. ഓക്കെ, അപ്പോൾ ആമ എന്നോട് വെച്ച് നമുക്ക് ഓട്ട മത്സരം നടത്തുമല്ലേ. അപ്പോൾ എന്നാൽ ശരി, കാണാനൊന്നും ആരുമില്ല, കാണാനും ക്ലാപ്പ് ചെയ്യാനൊക്കെ എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റഡ് ആവുക. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഒരു വലിയ ഇൻട്രസ്റ്റിലാണ്. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമല്ല, കൂടി കൊടുക്കാം, കുഴപ്പമില്ല, ഞാൻ തന്നെ ജയിക്കുള്ളൂ. അപ്പോൾ വെറുതെ തോൽക്കാനായിട്ട് വിധിച്ചതാണ് എന്ന് വിചാരിച്ചു. എന്തായാലും ആയിക്കോട്ടെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ നിൽക്കുന്ന സ്ഥാനമാണ്. നല്ല പച്ച പുല്ലുകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത്. അവിടെ മാവിൻ്റെ ചുവട്ടിലാണ് അവിടെ നിൽക്കുന്നത്. മാമ്പൂ ഇങ്ങനെ അല്ലേ സ്മെല്ല്, പഴുത്ത മാങ്ങയുടെ സ്മെല്ലൊക്കെ ഇങ്ങനെ ഉണ്ട് അടിപൊളിയായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ ഒരു സ്ഥലം, ഒരു ഡെസ്റ്റിനേഷൻ വേണ്ടേ, എവിടെ എത്തുന്നത്, ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട് അല്ലേ. ആ ഫിനിഷിംഗ് പോയിന്റിൻ്റെ അവിടെ കുറേ വാഗപ്പൂമണം എന്താണ്, അങ്ങനെ തന്നെയാണോ? ഒരു എന്തായാലും ഇതിപ്പോൾ പുതിയൊരു ക്രിയേറ്റീവായി എന്നുള്ളതാണ്. എന്തായാലും ഒരു വാഗപ്പൂവ് ഉള്ള വാഗമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഒരു 100 മീറ്റർ ഡെസ്റ്റിനേഷൻ ഡിഫറൻസിൽ ഒരു ഫിനിഷിംഗ് പോയിൻ്റാണ് അവർ നിശ്ചയിക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, കൗണ്ട് ഡൗൺ ചെയ്യണം. 1, 2, 3 സ്റ്റാർട്ട്. അപ്പോൾ അങ്ങനെ പോവാണ് നമ്മുടെ അങ്ങനെ ആമയും മുയൽ ഒരൊറ്റ കുതിപ്പിൽ ഷുന്നിട്ട് അവിടെ എത്തി. ഏകദേശം അവിടെ എത്തി, ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തെത്തി ഇവിടെ നിൽക്കുകയാണ്. അറ്റ് ദാറ്റ് ടൈം ദ സെയിം ജസ്റ്റ് എവിടെ എത്തി, എൻ്റെ കൂടെ പോകുന്ന ആളെവിടെ എത്തി ഒന്ന് തിരിഞ്ഞു നോക്കി. അച്ചീവ് ചെയ്തത് ചെറിയൊരു വലിയ കാര്യമെന്ന് അവർ കരുതുന്നു, പക്ഷേ ഒരുപാട് നഷ്ടങ്ങൾ അവരെ വരുത്തി വെച്ചിട്ടുണ്ടാവും. ലൈഫ് ഒരിക്കലും അവർ ആസ്വദിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്തും പാരൻസും ഫാമിലിയിൽ നിന്ന് ടീച്ചേഴ്സും എല്ലാവരും പറയും ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഈസ് നോട്ട് ഗുഡ്. സ്മാർട്ട് വർക്ക്. ഹാർഡ് വർക്ക് എന്താണെന്നറിയോ, പ്രയത്നിച്ചാൽ എന്തായാലും അതിൻ്റെ ഫലം ഉണ്ടാവും, പക്ഷേ മടുക്കും, വേഗം മടുക്കും. മാത്രമല്ല എൻ്റെ റിസൾട്ട് അതിഗംഭീരമൊന്നും ആയിരിക്കില്ല. കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് നമ്മളൊക്കെ തന്നെ അറിയാം, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു പ്രോഗ്രാം, ഒരു എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര എല്ലാ ഒച്ചയും ബഹളവും അടിപൊളി സെറ്റാക്കിയിട്ട് എല്ലാം വലിയ ഘോഷങ്ങളും കരഘോഷങ്ങളും വലിയ ബഹളങ്ങളോട് കൂടെ ആരംഭിക്കുന്ന എല്ലാം പൊലിഞ്ഞു പോകുന്ന ചരിത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊച്ചിയിൽ ഇമ്മാനുവൽ സിൽക്സ് കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാമോ? ഇമ്മാനുവൽ സിൽക്സ് 2011 തോന്നുന്നു ആരംഭിച്ചിട്ടുള്ളത്. ഇമ്മാനുവൽ സിൽക്സിൻ്റെ യെസ് ആ ഒരു സ്ഥാപനം ആരംഭിച്ച സമയത്ത് അത് 5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. 5 ലക്ഷം. അപ്പോൾ പിന്നെ വരുമ്പോൾ ഒരു സെലിബ്രിറ്റിയൊക്കെ വേണമല്ലോ അല്ലേ. അവർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വെച്ചാൽ ബോളിവുഡിലെ ബാദുഷയായിട്ടുള്ള നമ്മുടെ SRK പോലെ എന്തായാലും ഷാരൂഖ് ഖാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷാരൂഖ് ഖാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഷാരൂഖ് ഖാൻ അങ്ങനെ ചുമ്മാ വരില്ലല്ലോ, അവർക്കൊരു റെമ്യൂണറേഷൻ കൊടുക്കണം, ഒരു പേയ്മെൻറ്റ് കൊടുക്കണം. 2 കോടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവർക്കത് മുന്നോട്ട് ഇത്രയും വലിയ സ്ക്വയർ ഫീറ്റിൽ ഇത്രയും ആളും ബഹളം 300 സ്റ്റാഫ്സ് എങ്ങാണ്ട്, പിന്നെ മാത്രമല്ല ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ അതിനൊരു ചിലവുണ്ട്. മാത്രമല്ല 60 ലക്ഷമാണ് അതിൻ്റെ വാടക, 30 ലക്ഷമാണ് അതിൻ്റെ കറണ്ട് ബില്ലും മറ്റ് കാര്യങ്ങളും വരുന്നത്. എല്ലാം കൂടെ അവർക്ക് താങ്ങാൻ പറ്റാതെ ഇത്രയും പൊലിപ്പുണ്ടാക്കിയ സംഭവം 2013 കൂടെ അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ പല കാര്യങ്ങളും എന്താ പറയുക, ആരംഭ ചുരത്വം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സംഭവങ്ങളായിട്ടുള്ള വെഞ്ചേഴ്സ് ഇങ്ങനെ തകിടം മറിയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ആവേശമായിരിക്കും, പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞ് അല്ലേ. അപ്പോൾ നമ്മൾ അതല്ല, നമ്മുടെ ഈ ടീമിന്
എംപവർ 360 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു ടീമിന് വേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര പൊക്കമായിട്ട് നിർത്തില്ല. ഇതെന്താ അറിയോ, നമ്മൾക്ക് വേണ്ടത് ചെറിയ മാറ്റങ്ങളാണ്. ഡെയിലി ഇൻസൈറ്റ്സ് ദിവസമുണ്ട്, 5 മിനിറ്റേ ഉള്ളൂ. അതിൽ നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ച് അറിയുന്നതാണെങ്കിൽ പറയും, അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്തിട്ട് പറയും. തലത്തിൽ നമുക്ക് അവസരങ്ങൾ സമയം കുറേ അധികം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ കുറേ എഫേർട്ട് ഇട്ടുണ്ടാവും. എനിക്ക് കാണുമ്പോൾ ഒരു 5 മിനിറ്റ്സ് ഓഡിയോ ആണ്, ബട്ട് നിങ്ങളതിൻ്റെ പിന്നിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിനു വേണ്ടി 100,000 തവണ റെക്കോർഡിങ്, റീ റെക്കോർഡിങ് മാറ്റി കുറച്ച് കഴിയുമ്പോൾ മതി. ചിലപ്പോൾ ആദ്യം ചെയ്തതായിരിക്കും, അതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് 3-4 മിനിറ്റ് അവസാനം അതൊക്കെ മതി എന്ന് വിചാരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓവറായിട്ട് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്താവും, ബുദ്ധിമുട്ടിലാവും. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ല ടെക്നിക്ക്, ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, മെല്ലെ മെല്ലെ ചെയ്യുക, പതിയെ പതിയെ ചെയ്യുക. ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അത് നിലനിർത്താൻ പറ്റും. ഞാനൊരു കാര്യം, എന്താ ലിറ്റിൽ ബോയ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ലിറ്റിൽ ബോയ്? ചെറിയ ആൺകുട്ടി. ഫാറ്റ് മാനോ? ഒരു തടിച്ച മനുഷ്യൻ. എന്നാ അതല്ലാതെ ഇതൊരു അനുഭവമാണെന്ന്. യെസ്, ഈ ഒരു മന്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? എവിടെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടിട്ടുള്ള ബോംബുകളുടെ പേരാണ് ലിറ്റിൽ മാനും ലിറ്റിൽ ബോയും ഫാറ്റ് മാനും. അപ്പോൾ ഇത് ഏത് രാജ്യത്താണ് സംഭവിച്ചിട്ടുള്ളത്? ജപ്പാൻ്റെ പ്രത്യേകത അറിയാം. ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ഒന്നാണ്. അതായത് ഒരു എക്കണോമിക് കണക്കുകൾ എടുക്കുന്ന സമയത്ത് 2020 സെൻസെക്സ് പ്രകാരം 6th പൊസിഷനിലേക്ക് എത്തി. അതിൻ്റെ ഡെവലപ്ഡ് സ്റ്റേറ്റ്, അതിൻ്റെ ഇത്രയും തകർന്നടിഞ്ഞ ഒരു രാജ്യം അവർ റീക്രിയേറ്റ് ചെയ്തു. അതിന് മാത്രമല്ല, അവിടെ ഇടയ്ക്കിടയ്ക്ക് സുനാമി വരാറുണ്ട്, ഭൂകമ്പങ്ങൾ വരാറുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും അവർ ഉയർത്തെഴുന്നേറ്റു. കാരണം എന്താ അറിയോ, നമ്മുടെ ഇവിടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയാം, അവിടുത്തെ ആ ഒരു ജപ്പാൻ എന്ന് പറയുന്ന കൺട്രിയിൽ 12 കോടി ജനങ്ങളാണുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ഈ ലാസ്റ്റ് 2020 കണക്കെടുത്ത് നോക്കുമ്പോൾ 135 കോടി ജനങ്ങൾ. അതിലും മെജോറിറ്റി യൂത്ത്. ഒരു കാര്യമില്ല, വേസ്റ്റ് അല്ലേ? നമ്മൾക്ക് എന്ത് കാര്യം? ഇവിടെ കുറേ കാറ്റഗറി നമുക്ക് കാണാൻ പറ്റും. കുറേ ഉള്ളവർ, കുറേ ഇല്ലാത്തവർ, കുറേ ഒന്നിനും പറ്റാത്തവർ, പറ്റുമെങ്കിൽ കുറേ ഡിപ്രഷൻ, എന്നെ കൊണ്ടൊന്നിനും പറ്റാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ടീംസാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. നമ്മൾക്ക് കൂട്ടായ്മയില്ല. നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ ഉള്ളിൽ കുത്തിത്തിരിപ്പാ. അവനങ്ങനെ ഉള്ള ടീമിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ടീമും ഗ്രൂപ്പുമാണ് അല്ലേ? നമ്മൾ വിജയിക്കാതിരിക്കുന്നതിൻ്റെ റീസൺ നമുക്ക് ശരിക്കും 12 കോടി ജനങ്ങൾ മാത്രമുള്ള ജപ്പാന് എങ്ങനെ ഏറ്റവും ഉയർന്ന ഇത്രയും കോൺസിക്വൻസസ് ഉണ്ടായിട്ടും അവർക്ക് ഉയരാൻ പറ്റി? അവരുടെ കാര്യങ്ങളിൽ ഹാർഡ് വർക്ക് അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നും ഹാർഡ് വർക്കിംഗ് കൺട്രിയാണെന്ന്. അവരുടെ ഹാർഡ് വർക്കിംഗ് റാങ്കിങ്ങിൽ അവരല്ല. ഏതാ രാജ്യം എന്നറിയാമോ? ഹാർഡ് വർക്കിംഗ് കൺട്രി മെക്സിക്കോ ആണ്. എന്നാൽ ഇവരുടെ സ്ഥാനം അതിൽ 9ാം സ്ഥാനമാണ്. പക്ഷേ വളർച്ചയുടെ തോത് നോക്കുമ്പോൾ ഇവരുടെ സ്ഥാനം 6ആണ്. അപ്പോൾ അതിന് കാരണം അവിടെ നിൽക്കട്ടെ, നമ്മുടെ ഇന്ത്യ 39 കൺട്രീസിൽ 27th റാങ്കിങ്ങിൽ. നമ്മൾ പിന്നെ എല്ലായ്പ്പോഴും പറയലാണ് അല്ലേ? നമ്മൾക്ക് പിന്നെ അവർക്ക് ഇതൊക്കെ മതി, നമുക്കൊരു സൈഡൊക്കെ മതി ഇങ്ങനെയൊക്കെ. അതെ നമ്മൾ എങ്ങനെയുണ്ട് ലൈഫ്? അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു. എന്ത് കുഴപ്പമില്ല, സുഖമല്ലേ, കുഴപ്പമില്ല, അതൊക്കെയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെയാണ്. നമുക്ക് വിജയിക്കണമെന്നോ കൂടെയുള്ളവരെ ഉയർത്തണമെന്നോ എന്നുള്ള ചിന്തയല്ല. എനിക്ക് ഞങ്ങൾ ചിലർ ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷേ അവർക്കും ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അവരെ കാര്യങ്ങൾ അവർ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് സന്തോഷിക്കാം, പോസ്റ്റ്പോൺ ചെയ്യും. ഇങ്ങനെ ഹാപ്പിനെസ് കുറച്ച് കഴിഞ്ഞിട്ട് സന്തോഷിക്കാം, അത് കിട്ടിയാൽ സന്തോഷിക്കാം, ഇത് കിട്ടിയാൽ സന്തോഷിക്കാം, പോസ്റ്റ്പോൺ ചെയ്യും അല്ലേ? പക്ഷേ നമ്മൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. നമ്മളിവിടെ ഈ ടീമിലുള്ളവർ, ഇനി ടീമിൻ്റെ ഭാഗം മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ് ചെയ്താൽ മതി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ടീമിന് ഗുണകരമാവും, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ ഇന്നത്തേക്കാൾ നാളെ. നമ്മുടെ ജാപ്പനീസ് ടെക്നിക്ക്, ജപ്പാനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ തന്നെ ഇന്നത്തെ ടോപ്പിക് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കൈസൻ എന്ന് പറയുന്ന ഒരു കേട്ടിട്ടുണ്ടോ? യെസ്, ചേഞ്ചിങ് ഫോർ ഗുഡ്. അതായത് കൈ എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ ചേഞ്ച്, അതുമാതിരി സെൻ എന്ന് പറഞ്ഞാൽ ഫോർ ഗുഡ്, അതായത് നല്ലതിന് വേണ്ടിയുള്ള ഒരു മാറ്റം. അതായത് അത് കൺസിസ്റ്റൻ്റ് ആയാൽ, തുടർച്ചയായിട്ട് ചെയ്താൽ
പതിയെ പതിയെ ചെയ്താൽ മതി, ഒരുപാട് ചെയ്യണ്ട. അതെങ്ങനെയൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ. ആദ്യമൊക്കെ അത് ഓട്ടോമൊബൈൽ ടെക്നോളജിയിലാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതിപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെയും എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സെൽഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പല കാര്യങ്ങളും, നമ്മുടെ ആക്ഷൻസിൽ, നമ്മുടെ ഓരോരോ അച്ചീവ്മെൻറ്റ്സിൽ, നമ്മുടെ ഗോളിൽ, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു നിശ്ചിത ശതമാനം ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി പെട്ടെന്ന് നമുക്കത് കാണാനൊന്നും പറ്റില്ല മാറ്റം. കാരണം ഒരു ദിവസം 1% അല്ലേ, 1% എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോ ആണ്, വളരെ സിമ്പിൾ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ദർശിക്കാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു കുറച്ച് കഴിഞ്ഞാൽ എത്തുന്ന നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിവിടേക്ക് എത്രയ്ക്ക് എത്തിയോ. നമ്മൾ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പറയാം. നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളോട് ഒരു ഹാഫ് ആൻ അവർ ദിവസം എക്സസൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ താല്പര്യമുള്ള ഒരാളോട് പറഞ്ഞ വിഷയമില്ല. എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മടി ഉണ്ടാവില്ല. പക്ഷെ ഇഷ്ടമല്ലാത്ത എക്സസൈസ് ചെയ്യണോ, നല്ലതാണോ? ആണ്. മെഡിറ്റേഷൻ നല്ലതാണോ? നല്ലതാണ്. റീഡിങ് നല്ലതാണോ? ഒക്കെ നമുക്കറിയാം, നമ്മളിതൊക്കെ ചെയ്യണ്ട ഇടയ്ക്കിടയ്ക്ക് തോന്നമസല്ലേ. അപ്പോൾ ചിലർ ചെയ്യൂല, ചിലർ കുറച്ച് ദിവസം നിർത്തും. കാരണം എന്താ, ചിലപ്പോൾ ഭയങ്കര ആവശ്യം. ഏറ്റവും നമ്മളൊരു ഇയറിൻ്റെ എൻഡിൽ December 31 അല്ലേ, ആ ഒരു സമയത്ത് എത്തുമ്പോൾ എന്താണ്, ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ വെക്കും. എന്നിട്ട് ഭയങ്കര തീരുമാനങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ഇന്ന് മുതൽ ടു ഡു ലിസ്റ്റ് ഞാൻ അതൊക്കെ ചെയ്തു, അത് ചെയ്തു. കുറച്ച് 2 ദിവസം 3 ദിവസം ഒരാഴ്ച മാക്സിമം തീർന്നു. പിന്നെ പതിയെ അല്ല ഇന്ന് ഒരു ദിവസമല്ലേ, 2 ദിവസമല്ലേ, അങ്ങനെ പറഞ്ഞ് അവസാനം 0. അപ്പോൾ എത്തി. നമ്മൾക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക? 0. നമ്മൾ 0യിൽ നിന്ന് ഹീറോ ആവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റയടിക്ക് ഷും സ്വിച്ച് ഇട്ട പോലെ, അല്ലെങ്കിൽ ജീം ബൂം അല്ലേ, അങ്ങനെ എത്തുമോ? ഇല്ല. നമ്മൾ 100ലേക്ക് ഒരിക്കലും എത്തില്ല. ബട്ട് നമ്മൾ 100ലേക്ക് എത്തും. എങ്ങനെ? നമ്മുടെ ആമയില്ലേ തുടക്കത്തിൽ പറഞ്ഞ അതുപോലെ എല്ലാം ആസ്വദിച്ച് പതിയെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നമ്മളും എത്തും. പക്ഷെ ആ പതിയെ എടുത്ത് വെക്കുന്ന സ്റ്റെപ്പുകളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് മടുപ്പുണ്ടാവില്ല. ഞാൻ പറയട്ടെ, നമ്മളുടെ സക്സസ് വേണം, നമുക്കൊരു ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഒരു ഗോൾ ഉണ്ട്, അത് നമുക്ക് അക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റാത്തതിന് 2 വില്ലന്മാരുണ്ട്. ആരൊക്കെയാ? മടി, അലസത, പിന്നെ ഒന്ന് നിങ്ങൾ തന്നെ പറയും. എന്നോ അതൊക്കെ ഉണ്ട്. അത് മടി ഒന്നാണ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾക്ക് എന്താ പറ്റുന്നത്? നമ്മുടെ വില്ലന്മാരായിട്ട് വിരുദ്ധന്മാരായിട്ട് മാറ്റുന്ന ഒന്ന് പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടി വെക്കുക. യെസ്. പിന്നെ ആവട്ടെ, ചില കാര്യങ്ങൾക്ക് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പലതും ഉണ്ട്, ടൈം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. പക്ഷെ ചിലത് നമ്മൾ തന്നെ ചെയ്യേണ്ടുന്ന, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് നമ്മൾ തന്നെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ വേറെ ആരും കൊണ്ടുവന്ന് നമ്മുടെ നാം ചവച്ച് ഉരുട്ടി ചവച്ചരച്ച് ഇറക്കിക്കൊള്ളൂട്ടാ എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ ചെയ്യേണ്ടത്. നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ജപ്പാൻ്റെ ടെക്നിക്ക് എടുക്കാം. ജപ്പാൻ്റെ സകല കാര്യങ്ങളിലും 1% ആണ്. 1%. അതായത് ഇന്നൊരു കാര്യം ചെയ്തു. ഞാനൊരു എക്സാമ്പിൾ, നമ്മൾക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാത്ത ഒരാൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 3 മിനിറ്റ് എക്സസൈസ് ചെയ്യാമെന്ന് പറയാം. അത് തുടങ്ങാം. 3 മിനിറ്റ് കൊണ്ടൊന്നും വലിയ കാര്യമില്ല. ബട്ട് ഒരു വാമപ്പ് മാത്രം ചെയ്യാം. അത് ദിവസം ചെയ്യുമ്പോൾ ഇന്ന് 3, നാളെ 3, അങ്ങനെ ഒരാഴ്ച 3 ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് കൂട്ടാൻ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റഡ് ആയല്ലോ, ഒരു ശീലം ക്രിയേറ്റഡ് ആയല്ലോ. അതോടുകൂടെ പിന്നെ നമ്മൾ തന്നെ മെല്ലെ പതിയെ ആ 3 ഉള്ളത് ചിലപ്പോൾ 4, 5, 6 ഓരോ ദിവസത്തെയും പെർസെൻറ്റേജ് കൂട്ടും. നമ്മുടെ ഒരു ഹാഫ് ആൻ അവറിലേക്ക് എത്തും, ഒരുപാട് വൈകാതെ. ഒരു 1 മന്ത് എത്തുമ്പോഴത്തേക്ക് നമ്മളത് റീച്ച് ആക്കും. ഹാഫ് ആൻ അവർ പോലും ചെയ്യാൻ മടിയുള്ള നമ്മൾ 1 മണിക്കൂർ വരെ ചെയ്യാൻ തയ്യാറാവും. അത് കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ സെറ്റായ പിന്നെ പ്രോബ്ലം ഇല്ല, അത് സെറ്റായി. ഇനി പുസ്തകം വായിക്കും. നമ്മൾ ഇപ്പോൾ അഫ്ലഹിൻ്റെ കേസിലാണ്, വായിക്കാറുണ്ടോ മോന്? ഇത് പാഠഭാഗങ്ങളല്ല, എക്സ്ട്രാ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. അപ്പോൾ എക്സ്ട്രാ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പോൾ വായിക്കാൻ മക്കളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ഇൻ ദ സെൻസ് നമ്മുടെ സ്വന്തം മക്കളാകാം, നമ്മുടെ ഫാമിലിയിലുള്ള മക്കളാകാം, നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെ ആവാം, എല്ലാവരും. ഇനിയിപ്പോൾ നമ്മൾ തന്നെ ആണെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ ഇൻട്രസ്റ്റേ ഇല്ലാത്തൊരു കുട്ടീനെ പിടിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങൾ, നല്ല നല്ല ബുക്ക് ഇതാണ് കേട്ടോ, ഏതൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ആൽക്കമിസ്റ്റ് ഉണ്ട്, പിന്നെതാ പലതും ഉണ്ടല്ലോ പറയാറ്, പാത്തുമ്മയുടെ ആട്, പിന്നെ പലതും ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുറേ പുസ്തകങ്ങൾ പേര് കൊടുക്കും. നമ്മൾ വിചാരിക്കും പിറ്റേ ദിവസം തന്നെ ഇവർ വായിച്ചു തുടങ്ങും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു ബുക്ക് എടുക്കുക. ഇതിൽ നല്ലതാണെന്ന് നമുക്കറിയാലോ. എന്നിട്ട് നമ്മളൊരു പുസ്തകം എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു പേജ്, ഈ പേജ് മാത്രം കൂടണ്ട കേട്ടോ, ഒട്ടും കൂടണ്ട, ഒരൊറ്റ പേജ് വായിക്കാൻ പറയാം. വായിക്കൂലേ? വായിച്ചിരിക്കും.
സെക്കൻഡ് ദിവസം നമ്മൾ ഇവരെങ്ങനെ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം ചെയ്യണ്ടോന്ന്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേജും കൂടെ വായിക്കാൻ പറയും. കൂട്ടണ്ട സിമ്പിൾ സ്റ്റെപ്പ്. നമ്മൾ കൈസൺ ആണ്, കൈസൺ. ഓക്കെ, കൂട്ടണ്ട, കൂട്ടിയൊരു മറ്റേ അവരായിട്ട് കൂട്ടി വരും, നമ്മൾ കൂട്ടി കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആവണ്ടേ. രണ്ടാമത്തെ ദിവസം ഒന്ന്, മൂന്നാമത്തെ ദിവസം ഒന്ന്, ഒരാഴ്ച വരെ ഒരു പേജ് മാത്രം വായിക്കുമ്പോൾ അവരൊന്ന് ശീലമായി ഇതിനോട്. ഇത് ഇൻട്രസ്റ്റ് കയറി, ടേസ്റ്റ് അറിഞ്ഞു. അതോടുകൂടെ പിന്നെ ഇവർ തന്നെ സ്വയം 2ആയി 3ആയി 5ആയി 10ആയി. ഒരു മാസം കൊണ്ട് ഒരു പുസ്തകം തീരൂലേ? തീർന്നിരിക്കും. അല്ലാതെ ഈ ബുക്ക് വായിച്ചിട്ട് നീ കുറച്ച് ദിവസം കൊണ്ട് വായിച്ചു നോക്കുക, അതൊന്നുമല്ല. ഒരു മെത്തേഡ്, ഒരു ഇഷ്ടമില്ലാത്തത് ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിൾ സ്റ്റെപ്പ് മാത്രമേ പരിഹാരമുള്ളൂ. അത് മാത്രമല്ല, സിമ്പിൾ സ്റ്റെപ്പ് ഒരു ദിവസം 1%. ജാം ഇഷ്ടമാണോ? തിന്നാനുള്ള ജാമ? ജസ്റ്റ് എ മിനിറ്റ്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം പ്രൊഡക്റ്റീവാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം. നമുക്കറിയാം, ഓരോ മണൽത്തരിയുമാണ് ഒരു മണൽ കൂമ്പാരമായിട്ട് മാറുന്നത്. ഓരോ തുള്ളികളാണ് ഒരു സാഗരമായിട്ട് മാറുന്നത്. നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലം ഒരു തുള്ളിയാകാം, മണലാവാം, മണൽത്തരിയാകാം. നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയ റിസൾട്ട് ഈ ടീമിൻ്റെ കൂടെ നിന്നിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക, കൂടെ തന്നെ ഉണ്ടാവുക. അല്ല, നമ്മൾ അറ്റൻഷൻ സ്റ്റാൻഡേർഡീസ് വേണ്ട, ആ പരിപാടിയൊക്കെ നമ്മൾ മാറ്റി പിടിക്കാൻ പോവുകയാണ്. എംപവർ 360 ഓരോ മെമ്പേഴ്സും ലീഡേഴ്സും ആ ലെവലിൽ പോകാൻ പോവുകയാണ്. റെഡിയല്ലേ? ഓക്കെ, നമ്മൾ 93% ബോഡി ലാംഗ്വേജ് മേക്സപ്പ് 93% ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ 93% നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടോ മണിക്കൂർ കൊണ്ടോ തീരുന്ന സബ്ജക്റ്റ് അല്ല. ഡേ ബൈ ഡേ ഡെവലപ്പ് ചെയ്യണം. ഫസ്റ്റ് വൺ, ബോഡി ലാംഗ്വേജ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി ലാംഗ്വേജ്. കണ്ടന്റ് ഉണ്ട്, നല്ല കണ്ടന്റ് ഉണ്ട്, നല്ല സംഗതികളുണ്ട്, നല്ല എല്ലാ കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു പാത്രത്തിലല്ലെങ്കിലോ, വിഭവം നല്ലതാണ്, എല്ലാ സംവിധാനമാണ്, നമ്മൾ വിളമ്പുന്ന പാത്രം മോശമാണെങ്കിലോ അതും പ്രോബ്ലം ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മൂവ്മെൻറ്റുകളെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഇതുപോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണം. ടെക്നോളജി നമ്മൾ പഠിക്കണം, നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, കാലഘട്ടത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം, ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. സെർച്ചർ മാത്രമായിട്ട് നിൽക്കരുത്, ലേൺ ചെയ്യണം. അതിൽ റൈറ്റ് ട്രാക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൽ നമ്പർ 1 നമ്മുടെ ബോഡി ലാംഗ്വേജ്, അപ്പിയറൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഡ്രസ്സിങ് കോഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പ്രസൻറ്റേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അയ്യോ, എന്നെ ആരും കാണുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി, ഞാൻ എല്ലാ ശരീരമൊക്കെ മറഞ്ഞാൽ മതി, അതല്ല. നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച്, നിങ്ങളുടെ അപ്പിയറൻസ് അനുസരിച്ച് ഡ്രസ് കോഡ് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ചെയ്ത് തരാൻ കഴിയണം. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ 100% അക്യൂർ ചെയ്യാൻ പറ്റും. ബോഡി ലാംഗ്വേജ് ഞാൻ നേരത്തെ അതാണ് ഞാൻ ചോദിച്ചത്, നാച്ചുറൽ ആണോ അക്യൂറിയൻ ആണോ? അക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് നേടിയെടുക്കാനും നിലനിർത്താനും പറ്റും. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? നമ്പർ 1 ബോഡി ലാംഗ്വേജ്, നമ്പർ 2 വോയിസ് മോഡുലേഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ്, വോയിസ് മോഡുലേഷൻ. അപ്പം ശബ്ദം ഉയർത്തി സംസാരിക്കണം. അപ്പോൾ പറയും, നീ അവനോട് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞ് എങ്ങനെ, നീ അവനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മോഡുലേഷൻ മാറി. പറയല്ലേ? ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ വോയിസ് മോഡുലേഷൻസ് അനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൽ ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ? അവനാണെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ കുഞ്ഞെന്ത് നന്നായി കരയുമ്പോൾ അമ്മയ്ക്കറിയാം എന്താണ് അവൻ വിശന്നിട്ടാണ് കരയുന്നതെന്ന്. ആണോ? സാറിനോ? അവൻ പറയുന്നില്ലല്ലോ എനിക്ക് പാലിതാ, എനിക്ക് മിൽമാതാ എന്ന് പറയില്ലല്ലോ, ഇല്ലല്ലോ. അവൻ ആ സമയമാകുമ്പോൾ അവൻ്റെ ഇൻഡിക്കേഷൻ ഇതാണ്, കരയുക. അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ ആണെങ്കിൽ ചില സാധനം എടുത്ത് വലിച്ചെറിയും, എന്താ കിട്ടാനാണെന്ന് അമ്മയ്ക്കറിയാൻ പറ്റും, ഇല്ലേ? ചില കാര്യങ്ങൾ അവൻ ചൂണ്ടിക്കാണിക്കും, അപ്പോൾ അത് വേണമെന്ന് പറയാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് നമ്മുടെ വോയിസ് മോഡുലേഷൻ കൊണ്ട് അറ്റൻഷൻ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടെന്ന് പറയാം. എന്താ, നീ അവനോട് അങ്ങനെ പറയരുതായിരുന്നു. അവിടെ സ്ട്രെസ് ഒന്നും, നീ അവനോട് അങ്ങനെ പറയരുതെന്നാണ്. നീ അവനോട് അങ്ങനെ പറയരുതായിരുന്നു, മനസ്സിലല്ലേ? നീ അവനോട് അങ്ങനെ പറയരുതായിരുന്നു, മനസ്സിലല്ലേ? നീ അവനോട് അങ്ങനെ പറയരുതായിരുന്നു, മനസ്സിലായോ? ഒരേ സെന്റൻസ്, മോഡുലേഷൻ. അതിലൊന്ന് മാറ്റം എന്താ? പലതരത്തിലുള്ള അർത്ഥങ്ങൾ, മീനിങ്സ് അവിടെ വന്നു, അല്ലേ? ഞാനത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്.
എന്ന് പലപ്പോഴും പറയാറില്ലേ? ഞാനത് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞെന്ന് പറയില്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അർത്ഥങ്ങൾ മാറുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസൻറ്റ് ഒരു പബ്ലിക് സ്പീക്കർ ഒരു സദസ്സിനെ അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഗെസ്റ്റർ ആൻഡ് പോസ്റ്റർ, ഈ പറയപ്പെടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഒരു സംഗതി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു, വളരെ ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യമുണ്ട്. 3 കാര്യം പറഞ്ഞോ? 2 കാര്യം പറഞ്ഞു. ഏതൊക്കെയാണ്? നമ്പർ 3 പവർ വേർഡ്സ്. നമ്പർ 3 എന്താണ്? പവർ വേർഡ്സ് ആണ് അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് പവർ ആയിരിക്കണം. പവർ ആകണമെങ്കിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ മനസ്സിൽ നിന്ന് എന്തൊക്കെ പറയണം? വി മസ്റ്റ് ബി എനർജറ്റിക്. ഒരു 5 E വരണം. 5 E എന്ന് പറയും. വി മസ്റ്റ് ബി എനർജറ്റിക്. പിന്നെ രണ്ടാമത്തെ ഒരു E ഉണ്ട്, വി മസ്റ്റ് ബി എൻത്യൂസിയാസ്റ്റിക്. ഉത്സാഹം ഇല്ലാതെ ഹലോ ഞാൻ ഇവിടെ നിന്ന് വരികയാണ്, ഞാൻ എവിടെയാണ്, എപ്പോൾ തീരും സാറേ എന്ന് പറയണല്ലേ? ടൈം പോകുന്നത് നമ്മൾ അറിയാൻ പാടില്ല. നമ്മൾ വളരെ ഉത്സാഹഭരിതനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിത് എടുക്കാൻ കഴിയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി ഇല്ലേ? ചെയ്യരുത്, നിങ്ങൾ പ്രോഗ്രാം ചെയ്യരുത്. നിങ്ങൾ എനർജി ആയിരിക്കണം, എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ പ്രോഗ്രാം ചെയ്യാവൂ. നിങ്ങൾ ഒരു ഫോൺ കോൾ കോൺഫിഡൻ്റ് ഇല്ലാതെ വിളിക്കരുതെന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ടെലികോളിങ്ങിനുള്ളവരുടെ പറയും, നിങ്ങളൊരു കോൺഫിഡൻ്റ് ഇല്ലാതെ ഒരു കസ്റ്റമറെ വിളിക്കരുത്. നിങ്ങൾ സംസാരിക്കാൻ ചിലർക്ക് റിജക്ഷൻ കേൾക്കാൻ പേടിയാണ്. ഒരു നോ പറഞ്ഞാൽ എൻ്റെ ഈ സാറേ അങ്ങനെ എനിക്ക് പറ്റില്ല എന്ന് പറയും. നോ കേൾക്കാൻ ഭയമാണ്. നോ പറയുമ്പോൾ ഓക്കെ, നമുക്ക് വേറെ പ്രശ്നം. നോ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന മീനിങ് എന്തെന്നറിയോ? നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, അടുത്ത സംവിധാനം ഉണ്ട്, അടുത്ത അവസരം ഉണ്ട് നമുക്ക് അല്ലേ? എല്ലാവരും ഓപ്പർച്യൂണിറ്റി. നമ്മൾ അത്രയും കുറേ നോ നമ്മൾ കേട്ടതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ റെഡി ആവുന്നത്. പിന്നെ ഒരു സംഗതിയുണ്ട്, വി മസ്റ്റ് നോ ഹൗ ടു എഡ്യൂക്കേറ്റ് അവർ ഓഡിയൻസ്. നമ്മൾ അറിഞ്ഞിരിക്കണം. ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മൾ അറിയണം. നമ്മൾ ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഘോരഘോരമായി പ്രസംഗിച്ചു, പക്ഷേ ഇതുവരെ ആരും വോട്ട് ചെയ്തില്ല, കൈയടിച്ചില്ല, ഇടതുപക്ഷമോ വലതുപക്ഷമോ മാറി മാറി ഭരിച്ചു, രാജ്യം എന്താ ഇങ്ങനെ പോവും. എന്നിട്ട് ആൾ പറയും എന്താ അവിടെ നടക്കണേ എന്ന് പറയില്ലേ? ഒരു ചില റോഡിലൊക്കെ പ്രസംഗിക്കുന്ന പ്രാസംഗികരെ കണ്ടിട്ടില്ലേ അല്ലേ? സാമ്രാജ്യത്തെ കഴുകന്മാർ രാജ്യം കുട്ടി ചോറാക്കുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? അമേരിക്കയിൽ എന്ത് നടന്നു? സ്വിറ്റ്സർലാൻഡിൽ എന്ത് നടന്നു? ഇവന്റെ വീട്ടിൽ എന്ത് നടന്നു പോലും അവനറിയില്ല. ഇവന്റെ വീട്ടിൽ എന്ത് നടന്നു പോലും അവനറിയില്ല. അപ്പൊ അങ്ങനെയുള്ളടത്ത് സ്പീക്കറായി നമ്മൾ മാറരുത്. നമ്മുടെ പ്രോഗ്രാം കഴിയുമ്പോൾ റീക്യാപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് അവരിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ളത് അറിയണം. അവരെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള ആ പവർഫുൾ മെത്തേഡ്, നമ്മുടെ സ്കില്ല് നമ്മുടെ കയ്യിലുണ്ടാവണം. ഈ സ്കില്ല് ആർക്കും മോഷ്ടിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് ഏൺ ചെയ്യേണ്ടതാണ്, അത് നിലനിർത്തേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 3 പോയിന്റ് പവർ വേർഡ്സിൻ്റെ ഡൗൺ ആയിട്ട് പറഞ്ഞ എന്താണ്? വി മസ്റ്റ് നോ ഹൗ ടു എഡ്യൂക്കേറ്റ്, വി മസ്റ്റ് നോ ഹൗ ടു നെക്സ്റ്റ് ഹൗ ടു എൻ്റർടൈൻ അവർ ഓഡിയൻസ്. നെക്സ്റ്റ് ഈ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ അറിയണ്ടേ? നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ടിപ്സുകൾ വേണ്ടേ? ചെറിയ ഹാസ്യങ്ങൾ പറയണ്ടേ? നർമ്മങ്ങൾ പറയണം. അത് കണക്റ്റഡ് ആയിരിക്കണം അല്ലേ? അത് കണക്റ്റഡ് ആയിരിക്കണം. ഒരു ബന്ധമില്ലാത്ത നർമ്മം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യം നമുക്ക് ഉണ്ടാകാൻ കഴിയില്ല. ലാസ്റ്റ് വൺ, ഹൗ ടു എംപവർ ദം. നമുക്ക് അവരെ ടോട്ടൽ എംപവർ ചെയ്യാൻ സാധിക്കണം. സോ നമ്മുടെ ഓർഗനൈസേഷൻ നെയിം എന്താണ്? എംപവർമെന്റ്. എംപവർ 360 ഡിഗ്രി എന്നതുപോലെ ടോട്ടൽ എംപവർ ആണ്. നിങ്ങളുടെ പെർഫോമൻസിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡാണ്. ഞാനല്ലാതെ അവരുണ്ടോ ഈ സംഗതിയെ നമ്മൾ പറയാം. ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ശില്പ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഒബ്സ്റ്റക്കിൾസ് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, സമൂഹം എന്നെ എങ്ങനെ കണ്ടു, ഞാൻ എങ്ങനെ സമൂഹത്തെ കണ്ടു, അതെങ്ങനെ ഓവർകം ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഞാനിത് പറയുന്നു, അവസരം ഒരുക്കുന്നു. എല്ലാവരെയും ടച്ച് ചെയ്തിട്ട് പോയില്ലേ? ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് അല്ലേ? ഇതാണ് നമ്മുടെ നമ്മുടെ ഓരോ ആളുകളും യുണീക്കാണ്. എൻ്റെ കൈരേഖ അല്ല, ഷബ്നുവിൻ്റെ കൈരേഖ, ശില്പയുടെ കൈരേഖ അല്ലേ, ഹന്നയുടെ, മറിയമ്മയുടെ, ഖദീജ, ഫാത്തിമ, ഇവരൊന്നും നമ്മുടെ കൈരേഖ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ് അല്ലേ? അപ്പോൾ അതിൻ്റേതായ സ്കില്ല് എല്ലാവരിലും ഉണ്ട്. ഇതിനെ പോളിഷ് ചെയ്യണം. ഇതിനെന്ത് ചെയ്യണം? കൈരേഖ നിൽക്കുന്നു. ഇതിനെ നമ്മൾ പോളിഷ് ചെയ്യാൻ നമുക്ക് കഴിയണം. കാരണം നമ്മളെ ഈ പ്രോഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ കൈയടിക്കുക എന്ന് പറയുന്നത് എനർജി എൻഹാൻസ്മെൻ്റ് ആണ്.
അതായത് നമ്മൾ ഈ കൈ രണ്ടും ചേർത്തടിക്കുമ്പോൾ ഒരു കൈകൾ തമ്മിൽ ഒരു വൈബ്രേഷൻ, നെർവുകൾക്ക് തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു വൈബ്രേറ്റ് ഫീൽ ചെയ്യണം. പവർ മൂവ് എന്ന് പറയും. ഈ പവർ മൂവ് നമ്മൾ ഓൺ ആക്കണം വേണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫുൾ ഓൺ ആയിരിക്കാൻ പറ്റൂ. അതിന് മസ്റ്റായിട്ട് നിങ്ങളുടെ ബോഡിയും മൈൻഡും എപ്പോഴും കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇതില്ലാതെ രണ്ട് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാക്കിലേക്ക് നമ്മുടെ സ്പീച്ച് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്പീച്ചിന് എപ്പോഴും ഒരു സംഗതി ഉണ്ടാവണം. എന്താണ്? ഒരു ഓപ്പണിംഗ് ഉണ്ടാവണം അല്ലേ, ഒരു ഇൻട്രോ ഉണ്ടാവണം, ഒരു ബോഡി ഉണ്ടാവണം, ഒരു ക്ലോസിംഗ് ഉണ്ടാവണം അല്ലേ, ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. ഈ ഒരു മെത്തേഡിലാണ്, ഈ സ്ട്രക്ചർ നമ്മൾ മസ്റ്റാണ്. അതുപോലെ ഡ്രസ് കോഡ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും അതിലൊരു മൈൻഡ് കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് സ്യൂട്ടാവും, ഡ്രസ് കോഡ് ഏതാണ് എനിക്ക് ലേറ്റസ്റ്റ് ഒന്നും എനിക്ക് പറ്റില്ല. പണ്ട് എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നപ്പോൾ എടുത്ത് അതേ ഉടുപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ടുണ്ടോന്നും കഴിച്ചിട്ട് കാര്യമില്ല. ട്രെൻഡിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ മനസ്സിലായി, ഓരോ ട്രെൻഡിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഓരോ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ടാസ്ക് തരാണ്. ചെറിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഒരു വിഷയം തരും. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. ആർ യു റെഡി? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പോൾ ആ ടൈമിലേക്ക് നമുക്ക് കിടക്കാം, ഇൻസ്റ്റൻ്റ് ടോപ്പിക്കിലേക്ക് പോവാം. യെസ്, അന്നമോളുടെ ഞാൻ വരട്ടെ. അന്നമോൾ, വാഴപ്പഴം. വാഴപ്പഴം നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ്. അത് മാത്രമല്ല, വാഴപ്പഴം എന്ന് പറയുമ്പോൾ എനിക്ക് പൂവമ്പഴം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു കഥ അല്ലേ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ, അതാണ് ആദ്യം ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ വാഴപ്പഴത്തിലുള്ള ഒരുപക്ഷെ ഔഷധങ്ങൾ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ വാഴപ്പഴം എന്ന് പേര് വരാൻ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ വാഴപ്പഴത്തിൻ്റെ തൊലയാണെന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു പഴം അല്ലേ, എന്ത് ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, എന്തൊരു മധുരമാണ്. ഊഞ്ഞാൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് കേട്ടോ ഊഞ്ഞാൽ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എനിക്ക് പറയാനൊരു ജാള്യതൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പറയാം. എൻ്റെ ഇത്താത്തയുടെ കുഞ്ഞാക്ക് വേണ്ടിയിട്ട് റൂമിലൊരു എൻ്റെ താത്തയുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാല് കെട്ടിട്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ വാവ ഇങ്ങനെ സുഖമായിട്ട് അതിങ്ങനെ ആടാണ്. അപ്പൊ വാവ പോയി കഴിഞ്ഞിട്ട് ഊഞ്ഞാൽ അഴിച്ചിട്ടില്ല. അപ്പൊ ഊഞ്ഞാലവിടെ വെറുതെ കിടക്കല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് അതിൽ ഇരുന്ന് ഇല്ല കേട്ടോ, ഞാൻ അതിലിരുന്നു. അങ്ങനെ ഇരുന്ന് നല്ല രസാ. അത് കുറച്ച് വലുതാണ്, അപ്പൊ നല്ല രസം. കർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ, കർട്ടൻ താഴ്ത്താൻ എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. കാരണം കർട്ടൻ പൊന്തിച്ചുകൊണ്ട് പൊങ്ങിച്ചുകൊണ്ടാണ് നിൽക്കാൻ താല്പര്യം. കാരണം ഓരോ കർട്ടൻ പൊങ്ങുമ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളൊരു ത്വരയാണ് ഉണ്ടാവാറുള്ളത് കർട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. പിന്നെ കർട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, കർട്ടൻ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു കിരികിരി പറഞ്ഞൊരു സൗണ്ട് കേൾക്കാറുണ്ട്. ആ സൗണ്ടിനെ കുറിച്ചൊക്കെയാണ് ഇപ്പം ഈ കർട്ടൻ പറയുമ്പോൾ ഓർമ്മ വരുന്നത്. ശില്പ, എംപവർ 360 ഡിഗ്രി. ഞാനൊരു പുതിയൊരു കൂട്ടായ്മയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പേരാണ് എംപവർ 360 ഡിഗ്രി. നമുക്ക് അറിയാം, നമ്മുടെ നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് തിരിയാനുള്ള ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു 360 സർക്കിളാണ്. നമുക്ക് എപ്പോഴേക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ലിഫ്റ്റ് ആയിട്ടാണ് എംപവർ 360 ഡിഗ്രീനെ ഞാൻ കാണുന്നത്. അപ്പോൾ എന്നെ അങ്ങനെ ലിഫ്റ്റ് ചെയ്യണേ. ഓക്കെ, ഷർട്ട് ആർക്കാ? എനിക്കാണോ? ഏതായാലും വളരെ മനോഹരമായൊരു ഷർട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഷർട്ടല്ല, സബ്ജക്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഷർട്ട് എന്ന് എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള ഒരു രസകരമായ കഥയുണ്ട്. എൻ്റെ വിവാഹം കഴിച്ച സമയത്ത് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി നീ എൻ്റെ കറുപ്പ് ഷർട്ട് അല്ല വെള്ള ഷർട്ടാണെന്ന് തോന്നുന്നുണ്ട്, ഒരു കളർ ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് വെക്കുമെന്ന്. ഞാൻ പറഞ്ഞേ, ഷർട്ടിൻ്റെ കളറല്ല, ആ ഷർട്ട് എടുത്ത് കയ്യിൽ തന്നാൽ ഞാനത് അയൺ ചെയ്ത് തരും. എനിക്കിവിടെ ആന വരെ വെളുത്തിട്ടാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലേൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസക്തമായ വരിയാണ്. വായനയോട് അതിതീവ്രമായിട്ടുള്ള അഗാധമായിട്ടുള്ള പ്രണയത്തിൻ്റെ ഒരു സിംപ്പലാണ് ഞാൻ. ചെറുപ്പം മുതലേ ഒരുപാട് വായിക്കുമായിരുന്നു, ഇപ്പോഴും വായിക്കുന്നുണ്ട്. വായനയുടെ ഡയമെൻഷൻസ് മാറിയിട്ടുണ്ടെങ്കിലും വായനയോട് എന്നും എപ്പോഴും പ്രണയം തന്നെ. വായിക്കാനും വായിച്ചു വളരാനും, അതുപോലെ വായനയിലൂടെ ലേൺ ചെയ്യുക, അൺലേൺ ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ എപ്പോഴും അതുപോലെ എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ നമുക്ക് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടി വരും. എപ്പോഴും ഒരേ അറിവല്ല, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ വായന എന്ന് പറയുന്നത് നമ്മുടെ
സ്വയത്തെ വികസിപ്പിക്കാനും ഒരാളുടെ മുമ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ആളുകളായിട്ട് സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാനും എല്ലാറ്റിനും വായനയാണ് ബെസ്റ്റായിട്ടുള്ള ഉപാധി എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ മുമ്പിൽ ഒരാൾ പറഞ്ഞപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു. ഒരാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നോട് വന്നാൽ ഞാൻ എന്തുണ്ടാവും അല്ലേ? ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടായില്ലേ? ഒരു കെമിക്കൽ ഫോമിങ് ഉണ്ടായിട്ടില്ലേ അല്ലേ? നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളെ കൊണ്ട് വേദിയിൽ കൊണ്ട് നിർത്തിയാൽ തന്നെ ഒരു നിപ്പുണ്ട്, അത് തന്നെ അല്ലേ? ഒരു ഗജകേസരി അല്ലേ, ഒരു വരവുണ്ട് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അതുകൊണ്ട് ലിസൺ, നിങ്ങൾ മസ്റ്റ് ഈ ഒരു ഫോർമുല ആപ്ലിക്കബിൾ ലെവലിലേക്ക് കൊണ്ടുവരണം. ഓരോ നിങ്ങളുടെ പ്രസൻറ്റേഷൻ്റെ താളത്തെ ഡെവലപ്പ് ചെയ്യണം. ഈ നമ്മൾ ഇങ്ങനെ ഒരു കാറ്റഗറി അങ്ങനെ ഒന്നുമല്ല. കാരണം എല്ലാ സംവിധാനങ്ങളിലും ഉള്ള ആൾക്കാർ വരെ ഇപ്പോഴും അകത്തളങ്ങളിൽ കഴിയുന്നവരുണ്ട്. ഒരു 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 കാര്യങ്ങളോ ഒന്ന് എൻഹാൻസ് ചെയ്യാനോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഇല്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എംപവർമെൻറ്റ് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ പരിശീലിപ്പിക്കാൻ നമ്മൾ റെഡിയാണ്. കാരണം അത് നിങ്ങളുടെ സുഹൃത്താവാം, നിങ്ങളുടെ ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, ഡിസ്റ്റൻസിലുള്ള ആരോ ആയിക്കോട്ടെ, എക്സ് ഓർ വൈ ആരോ ആയിക്കോട്ടെ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനിൽ ഡെവലപ്പ് ചെയ്യും. അവർക്ക് വേണ്ടുള്ള എല്ലാ സിസ്റ്റം സപ്പോർട്ടും ട്രെയിനിങ് സപ്പോർട്ടും അവർക്ക് പ്രൊവൈഡ് ചെയ്യും, പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഇനി ഇതൊരു തുടക്കമാണ്. ഈ ഒരു പ്രോഗ്രാം ഒരു തുടക്കമാണ്. ലീഡർഷിപ്പിൻ്റെ ഈ ഒരു വിങ്ങിൻ്റെ ഒരു പ്രോഗ്രാം തുടക്കമാണ്. ധാരാളം ആളുകളെ കണക്ട് ചെയ്ത് ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമ്മൾ മാറി നിൽക്കേണ്ടവരാണോ? നേടിയെടുക്കണമെന്ന് എഴുതി മുന്നിട്ടിറങ്ങുന്നവരാണ് അല്ലേ? മുന്നിട്ടിറങ്ങിയവരാണ്. അപ്പോൾ മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞ മൈൻഡോട് നിൽക്കുന്ന ആളുകൾ പുറകോട്ട് കാല് വയ്ക്കാൻ പാടില്ല. മുന്നോട്ട് തന്നെ യാത്ര ചെയ്യണം. പ്രശ്നങ്ങളുണ്ടാവും, ഓവർകം ചെയ്യണം, നമ്മളെ പോളിഷ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ പൊട്ടൻഷ്യൽ പുറത്തു വരൂ. അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ. മനസ്സിലായില്ലേ? നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ പുറത്തു കൊണ്ടുവരണം. നിങ്ങളെ ഈ ഒരു ചെറിയൊരു സർക്കിളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. മാറി ചിന്തിക്കണം. മാറി ചിന്തിച്ചാലേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് കേട്ട കുറേ കാര്യങ്ങൾ, നല്ല ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഇവിടെ ഷെയർ ചെയ്തു. സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ്. കുറേ എക്സ്പീരിയൻസ് എനിക്ക് കേൾക്കാൻ പറ്റും. നല്ല കഥകൾ, ഡെപ്തുള്ള സ്റ്റോറീസൊക്കെയാണ് നമ്മുടെ ഫാത്തിമ. അത് വളരെ നർമ്മം ചാലിച്ചുകൊണ്ട് ഒരു വിഷയത്തിൽ പല വിഷ്വലായിട്ട് കണക്ട് ചെയ്ത് പോയി നമ്മുടെ ഇവിടുത്തെ ഖദീജ മാഡം അല്ലേ? നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോയത് ഓരോ എന്തൊക്കെ കാര്യങ്ങളല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ വളരെ അമേസിംഗ് ആയിട്ട് നമ്മളോട് പറഞ്ഞു തന്നു. വളരെ വിഷ്വലായിട്ട് എനിക്കത് കണ്ടു. ഒരു മൂവി പറയുന്നത് പോലെ, ഒരു മൂവി കാണുന്നത് പോലെ ഫീൽ ചെയ്തു. എന്നതുപോലെ ഒരു അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അതുപോലെ മറിയുമ വളരെ രസകരമായിട്ടൊരു വിഷയം പറഞ്ഞു. അവസാനം മിമിക്രിയിലൂടെ ഒരു കുഞ്ഞു കുട്ടി പറയുന്നത് പോലെ അല്ലേ, കരച്ചിൽ, അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ച്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റു. ഇതൊരു കുഞ്ഞുകൂടെ ആരെങ്കിലും കൊണ്ടുവന്നോ? ആ ഒരു ലെവലിലുള്ള ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് തരാൻ പറ്റി അല്ലേ? അതുപോലെ ഹന്നമോള് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ, ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യുമോ, അപ്പം ഉണ്ടാവണം മടി അല്ലേ, എന്തൊക്കെ ആലസ്യമുണ്ടോ അതെല്ലാം കണക്ട് ചെയ്ത് പോകുന്നത് റിയലി അമേസിങ്. ഇവരെയൊക്കെ പോളിഷ് ചെയ്യപ്പെടണം. ഇതുപോലെ എത്രയോ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് പാരൻസിന് ഭയമാണ്. എന്തുകൊണ്ടാണ് പാരൻസിന് ഭയം ഉണ്ടാകുന്നത്? ഇവർ ആ ലെവലിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമോ ചെയ്യില്ലേ എന്നുള്ള കാര്യം അവർക്ക് തന്നെ സെൽഫായിട്ട് തീരുമാനം എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നമുക്ക് എന്തിനാണ് വാഹനങ്ങളിൽ ബ്രേക്ക് വെച്ചിട്ടുള്ളത്? എന്തിനാണ് ശില്പ? നിർത്താനാണോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? കൺട്രോൾ ചെയ്യാൻ, അപകടം വരുമ്പോൾ നിർത്താൻ. ഞാൻ പറയുന്നത് എന്തെന്നറിയോ? ബ്രേക്കിൻ്റെ ആവശ്യം വണ്ടി വേഗത്തിൽ ഓടിക്കാൻ. ബ്രേക്ക് ഇല്ലെങ്കിൽ കാല് വെക്കൂ, കാറിൽ ആക്സിഡന്റിൽ കാല് വെക്കൂ? വേഗത്തിൽ ഓടിക്കാനാണ് ബ്രേക്ക്. ആ സാധനം ഇല്ലെങ്കിൽ പറ്റുമോ? വേഗത്തിൽ ഓടിക്കാൻ ആർക്കെങ്കിലും ധൈര്യം വരുമോ? ഇല്ല. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഓക്കെ, സൂപ്പർ, വെരി ഗുഡ്.